തൃശ്ശൂരിലെ ജനങ്ങൾ പ്രത്യേകിച്ച് കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇവിടെ പിന്നെ സഭാ നേതൃത്വത്തിലും പ്രതിപക്ഷങ്ങളുടെ നേതൃത്വത്തിലും ഒക്കെ നടന്നപ്പോൾ ഈ മണ്ഡലത്തിൻ്റെ പ്രതിനിധിയല്ല അദ്ദേഹം തൃശ്ശൂരിൻ്റെ പ്രതിനിധിയാണ്. അദ്ദേഹം ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ ബാധ്യസ്ഥനാണ്. അദ്ദേഹം മണിപ്പൂരിൽ പോയിട്ട് എന്താ അത്ഭുതങ്ങളാണ് ഉണ്ടാക്കിയെന്നുള്ള വേറെ നമുക്ക് ചർച്ച ചെയ്യാം. എന്താണ് ഈ മണ്ഡലത്തിൻ്റെ പ്രതിനിധി, ഒരു കേന്ദ്രമന്ത്രി ആയിട്ടുള്ളയാൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഈ സമൂഹത്തോടൊപ്പം വേദനിക്കുന്ന മനുഷ്യർക്കൊപ്പം പ്രതികരിക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനായിരുന്നു. ഓടി ഒളിക്കുകയായിരുന്നു. ഒരു കാര്യം അദ്ദേഹത്തിന് വിശദീകരിക്കാൻ ഉണ്ടായിരുന്നില്ല. അതാണ് പ്രശ്നം. അദ്ദേഹത്തിന് ഈ വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും പ്രതികരിക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം പ്രതികരിക്കുമായിരുന്നു. കേന്ദ്രമന്ത്രിക്ക് ജോലികളുണ്ട്, എല്ലാവർക്കും അറിയാം. കേന്ദ്രമന്ത്രിക്ക് ജോലിയുണ്ട് എന്ന് അറിഞ്ഞിട്ടാണല്ലോ അദ്ദേഹം ആ ചുമതല ഏറ്റെടുത്തിട്ടുള്ളത്. പക്ഷേ അദ്ദേഹത്തിന് ഈ വിഷയങ്ങളിൽ തൻ്റെ നിലപാട് ആ ഘട്ടങ്ങളിൽ പ്രകടിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഓടി ഒളിച്ച അവസ്ഥയാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് ഒരു മതപുരോഹിതന് ഇത്തരത്തിൽ ആക്ഷേപഹാസ്യം കലർന്ന ഒരു പ്രതികരണം നടത്തേണ്ടി വന്നത്. ഇപ്പം കന്യാസ്ത്രീകളുടെ കാര്യം പറഞ്ഞു. ഏറ്റവും കൂടുതൽ ഇടപെട്ട് ഞങ്ങളല്ലേ. അവിടെ കന്യാസ്ത്രീകളെ പരസ്യമായിട്ട് അപമാനിക്കുന്നതും ആക്ഷേപിക്കുന്നതും VHP നേതാവിൻ്റെ പ്രസ്താവനകളും സോഷ്യൽ മീഡിയ വഴി ഈ ലോകം മുഴുവൻ കണ്ടതല്ലേ. അവർ പിന്നെ മറ്റേതെങ്കിലും പാർട്ടിക്കാരാണോ? സംഘ് പരിവാരവുമായിട്ട് ബന്ധപ്പെട്ട ആളുകളല്ലേ. എത്ര ധിക്കാരപരവും എത്ര ധാർഷ്ട്യത്തോടെയുമാണ് ആ കന്യാസ്ത്രീകൾക്കെതിരായിട്ട് പ്രതികരിച്ചത്. അവരാണ് ഏറ്റവും നന്നായി പ്രതികരിച്ചത് എന്നാണ് നേരത്തെ സംസാരിച്ച BJPയുടെ നേതാവ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ചുരുക്കത്തിൽ ഇത് വളരെ പ്ലാൻഡ് ആയിട്ടുള്ളൊരു ഓപ്പറേഷനാണ്. ഭയം ജനിപ്പിക്കുക, ആ ഭയം ഉണ്ടാക്കുക, എന്നിട്ട് ഞങ്ങളാണിതെല്ലാം പരിഹരിക്കുന്നത് എന്ന് അവകാശപ്പെടുക. ഇതാണല്ലോ സംഭവിക്കുന്നത്. ഇപ്പോൾ കന്യാസ്ത്രീകളെ ആക്രമിച്ച സംഭവം മാത്രമല്ല, പുരോഹിതരെ ആക്രമിച്ച സംഭവം മാത്രമല്ല, ക്രിസ്മസ് ദിനത്തിൽ മധ്യപ്രദേശിൽ ഉത്തർപ്രദേശിൽ ഒക്കെ ക്രൈസ്തവ ആരാധനാലയങ്ങൾ കയറി ആരാധന നടത്തുന്ന ആളുകളുടെ മെക്കെട്ട് കയറുകയില്ലായിരുന്നോ? ജയ് ശ്രീറാം മുദ്രാവാക്യം വിളിക്കുകയില്ലായിരുന്നോ? ഇതൊന്നും നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ പലതും നൽകിയില്ല. മുഖ്യധാരാ മാധ്യമങ്ങൾ ചില വാർത്തകൾ നൽകുമ്പോൾ മാത്രമാണ് ഇവർ പ്രതികരണങ്ങളുമായിട്ട് പലപ്പോഴും വരുന്നത്. അതല്ലാതെ പല സംഭവങ്ങളും അവർ മറച്ചു വെക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ഇപ്പോൾ ചർച്ചയിലേക്ക് വന്നാൽ നടനെ കാണാനില്ല എന്നുള്ളത് ഈ പ്രത്യേകമായ വിഷയത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല. തൃശ്ശൂരിലെ ജനങ്ങളിപ്പോൾ നെഞ്ചത്ത് കൈവച്ച് അദ്ദേഹത്തിന് വോട്ട് ചെയ്ത ആളുകൾ പിന്നെ ചിന്തിക്കുന്നുണ്ടാകും, ഈ നാടിൻ്റെ വികസന പ്രശ്നങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ ഈ MP ഇടപെടുന്നുണ്ടോ? അദ്ദേഹം പാർലമെൻറ്റിൽ അവിടെ കൂടിയിരിക്കുകയാണെന്നാണല്ലോ പറയുന്നത്. തൃശ്ശൂരിന് എന്ത് പ്രത്യേക പദ്ധതിയാണ്, എന്ത് പാക്കേജാണ് പാർലമെൻറ്റ് അംഗം എന്ന നിലയിൽ അദ്ദേഹത്തിന് നേടിയെടുക്കാൻ കഴിഞ്ഞത്? റെയിൽവേയുടെ കാര്യത്തിൽ, അതുപോലെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ കാര്യത്തിൽ, എയിംസ് കേരളത്തിൽ നേടിയെടുക്കുന്ന കാര്യത്തിൽ എന്തെല്ലാം വിഷയങ്ങളുണ്ട്. കേരളത്തിലെ ഗവൺമെൻറ്റിനെ ആക്ഷേപിച്ചുകൊണ്ട് മാത്രം ഒരു കേന്ദ്രമന്ത്രിക്ക് മുന്നോട്ട് പോകാനാവില്ല. ജനങ്ങൾ തിരിച്ചറിയുന്നു, ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധി ഇത്തരത്തിൽ ജനവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നു അത് വികസന കാര്യങ്ങളിൽ മാത്രമല്ല, മതന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങളിൽ ഉൾപ്പെടെ അദ്ദേഹം എടുക്കുന്ന ഇരട്ടത്താപ്പും മൗനവും തീർച്ചയായും ഈ നാട്ടിലെ ജനങ്ങൾ വിചാരണ ചെയ്യും. ആ വിചാരണക്ക് അദ്ദേഹം വിധേയമാവേണ്ടതുണ്ട് എന്ന് തന്നെയാണ് CPIM ഇക്കാര്യത്തിൽ പറയാനുള്ള അഭിപ്രായം.